പിതാവേ, നോക്കിയേ കൊല്ലച്ചു. മഞ്ഞ പിടിക്കാൻ ഇവനാരാ കർത്താവോ? സമാട്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം വീട്ടിൽ വന്നിരുന്നത്. നീ തിന്നുന്നത് ഇങ്ങനെ തെറിപ്പിച്ചാണോ? എന്റെ പിതാവേ, സോറി പിതാവേ. കഴിക്കാൻ മര്യാദയ്ക്കിരുന്നു. അതെ, അവന് വട്ട. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. വേണ്ടേ ഒട്ടക്കി ഞാൻ. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ നല്ല മുരുമുരാന്നിരിക്കണം. ഇത് പോരാ പോരാ, നല്ലോണം മൊരിയണം കേട്ടാ, നല്ലോണം മൊരിയണം. എനിക്ക് കാണാൻ വയ്യ. നീ വന്നോടാ, ആശാന്റെ കിടപ്പ് കണ്ടോടാ. നീ പോണ നേരത്തെ ആശ നിന്റെ കാര്യമാണോ പറഞ്ഞോണ്ടിരുന്നത്? ആശ പോയടാ മക്കളെ, എനിക്കിത് സഹിക്കാൻ വയ്യ. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? നാളെ കൊച്ചിന്റെ മിന്നുകെട്ട പോത്തന്മാരിങ്ങനെ മാറിയിട്ടില്ല. പോത്താ കർത്താവിൻ്റെ കുഞ്ഞാണ് ഇവിടെ തിരിച്ചെത്തിക്കോളൂ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനവും ആരാ ശല്യം ചെയ്യുന്നേ? ഇച്ചായ, എനിക്കൊരു സംശയം. ബാക്കിയുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് നാളെ രാവിലെ അപ്പത്തിൻ്റെ ഒപ്പം കൊടുത്താലോ? കേടാവോ? കേടാവായിരിക്കും അല്ലേ? എണീറ്റ് പോടാ പൈലി. കേടാവായിരിക്കും. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. സോറി. എന്താ വെച്ചോ? നീ കുമ്പസാരിച്ചിട്ട് കുറെ കാലമായില്ലേ? കുറെ കാലമായി. നമുക്കിപ്പോ കുമ്പസാരിക്കുന്നതല്ല. പാപം ചെയ്തിട്ടും കുറെ നാളെ വെച്ചു. അതുകൊണ്ടാ. ഒരു അങ്കിള് വന്ന് മേബിളാൻഡിനെ കൊണ്ടുപോയി. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അച്ഛാ, ജാതിയും മതവും ഒന്നും നോക്കണ്ട. മൊത്ത ആരുടെ കൂടെയാണ് ഒളിച്ചോടി പോയത്? നാളെ അവളുടെ മിന്നുകെട്ട് നടത്തിയിരിക്കണം. അത് നമ്മുടെ സത്യക്രിസ്ത്യാനികളാ, അതുകൊണ്ട് നമുക്ക് ആ ബന്ധം അങ്ങോട്ട് ഒഴിവാക്കാം. അച്ഛ എന്ന് വിളിച്ച വാവുകൊണ്ട് എന്നെ വേറെ വിളിപ്പിക്കരുത്. എന്താണ് ഇവിടുത്തെ അളിഞ്ഞ ഫുഡ് പോലെ ആൾക്കാരും വിട്ടുപോയേക്കാം. ശരിയാ. അടിക്കാശാരെ. കഴിക്കാശാൻ. മരുഭൂമിയിലേക്കൊരു മഴ പെയ്ത സുഖം. ഒന്നും കൂടെ
അടിക്കാശാനെ. കുറച്ച് മധുരം കഴിക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. മധുരം കഴിക്കാൻ എന്താ 1-ാം തീയതി എന്താ ചെയ്യാ? അടിക്കാശാനെ. ആശാനെ, 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 ആശാനെ. അയ്യോ, ഷേർലി ചേച്ചി. ട്രെയിലുണ്ടായിരുന്നു മാം. എന്നിട്ട് എവിടെ? അതിലുണ്ടോ? സോറി മാം. ഔട്ട് ഔട്ട് ഔട്ട്. എടി സാരമില്ല, നീ മൂഡ് ഓഫ് ആവല്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല കീർത്തി, ഇതിപ്പോ 2ാമത്തെ തവണയാ. ആംബുലൻസ് എങ്ങനെ മിസ്സാവുന്നേ? ഡോക്ടർ പേടി. അഞ്ജു സിസ്റ്ററാ പറഞ്ഞേ, ഉറപ്പൊന്നുമില്ല. നീ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തിനത്? ഷീ ഈസ് എ ഡ്രഗ് അഡിക്റ്റ്. മേബിലെ, മേബിലെ. വേണ്ടാത്ത കാര്യത്തിലാണ് നീ കയറി ഇടപെട്ടത്. നിനക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് ഇങ്ങ് ഇരുന്നാൽ പോരായിരുന്നോ? ഓ, നീ അപ്പൊ പ്ലാൻ ചെയ്തിറങ്ങിയതാ? നിന്നെപ്പോലെ നക്കപ്പിച്ച കാശ് ശമ്പളം വാങ്ങി ഞങ്ങളും ജീവിക്കണം എന്ന് നീ നിർബന്ധം പിടിക്കാൻ പാടില്ലായിരുന്നു. മനസ്സിലായോ? ഞാൻ പഠിച്ച എത്തിക്സിനെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല പേടി. നിന്നെ കൊണ്ടത് ചെയ്യിക്കയില്ല. കൊള്ളാലോ.
കൂടാതെ ഇപ്പൊ പല തവണ ഓട്ടിൽ നിന്ന് മോർഫിൻ ആംബിൾസ് മിസ്സാവുന്നു. ആൻഡ് ഷീസ് റെസ്പോൺസിബിൾ. What's happening? സർ, ഡോക്ടർ ആനന്ദവല്ലിയുടെ വായിൽ നിന്ന് നല്ല ചീത്ത കേട്ടിട്ട് ഞാനിപ്പോ വരണേ. ഡോക്ടർ പേടി ഇത് സെൽഫായിട്ട് യൂസ് ചെയ്യാണ് സർ. ദിസ് ഈസ് ടു മച്ച് സർ. ഇത് എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. What the Pearly? I'm sorry sir. ഇതിപ്പോ തൽക്കാലം റിപ്പോർട്ട് ചെയ്യണ്ട. പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കുക. പ്ലീസ് മേബൽ യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒന്ന് പുള്ളിക്കാരത്തിയോട് സംസാരിക്കട്ടെ. യു ജസ്റ്റ് വെയിറ്റ് ഔട്ട്സൈഡ് പ്ലീസ് മേബൽ. എന്ത് വിവരക്കേടാണ് പേളി. നോ എക്സ്ക്യൂസസ്. ഇതിപ്പോ രണ്ടാമത്തെ തവണ. ഇനി ഒരൊറ്റ ആംബ്യൂൾ പോലും മിസ്സാവരുത്. വല്ല എൻക്വയറി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിനക്ക് മാത്രമല്ല എനിക്ക് കൂടി ഇഷ്യൂ. ഒരു ആംബ്യൂളിന്റെ വില എന്താണെന്ന് അവർക്കറിയില്ല. മാസാമാസം അക്കൗണ്ടിലേക്ക് വീഴുന്ന കാശ് എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്, കണക്കൂട്ടി നോക്ക്. അറിയാലോ, ഡോണ്ട് സ്പോയിൽ അവർ ബിസിനസ്. പിന്നെ എന്റെ നേർക്ക് വിരൽ വല്ലതും ചൂണ്ടിയാൽ ഓളി അവളെ ഒന്ന് സൂക്ഷിച്ചേക്ക്. തവണ നീ ഞങ്ങളുടെ ഇത് രക്ഷപ്പെട്ടതാ. പക്ഷെ നിനക്കിത് വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യാ? നീ ഊഹിച്ചതും കണ്ടുപിടിച്ചൊക്കെ ശരി തന്നെയാ. ഇതൊരു വലിയ ബിസിനസ്സാ. പെത്തഡിന്റെ മോർഫിന്റെ ഒക്കെ ആംപ്യൂൾസിന് നല്ല മാർക്കറ്റാ. ഇറ്റ്സ് എ ബിഗ് ചെയിൻ. നമ്മൾ ഇതിന്റെ അറ്റത്തുള്ള ചെറിയ കണ്ണികൾ മാത്രം. ഒരു തവണ ഇവൾ കൂടി ഒന്ന് കൊടുത്തു നോക്ക്. കാര്യങ്ങളൊക്കെ ഇവളും ഒന്ന് അറിയട്ടെ. ഈ ഫാർമസ്യൂട്ടിക്കൽസുമായിട്ടേ നേരിട്ടുള്ള ഇടപാടാ. ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്കൊക്കെ ഇത് മതി. നീ കാരണം ഞങ്ങൾ എങ്ങാനും കുടുങ്ങിയ ഒരുപാട് പേരുടെ കാര്യമാണ് പോകുന്നത്. എന്തിനാ വെറുതെ? Who's this? നീ എന്താടാ ഇവിടെ? പക്ഷെ അതിനൊക്കെ ഒരു നേരെ തരിവുണ്ട് കേട്ടാണ്.